അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മൾ തുടങ്ങുന്നത് പാലച്ചരമാട് ഓവർപാസിന്റെ അവിടുന്ന് അങ്ങോട്ട് എഡ്രിക്കോട് വയലിലൂടെ വയഡക്ട് ബ്രിഡ്ജ് മമ്മാലിപ്പടി ഫ്ലൈ ഓവറും കടന്ന് പാറമൽ ക്ലാരി ചെറുശോല സ്വാഗതമാട് ഓവർപാസും കടന്ന് ചെനക്കൽ വരെയുള്ള റോഡ് വർക്കുകളെല്ലാം പൂർത്തീകരിച്ച ശേഷമുള്ള ഒരു അടിപൊളി സൂപ്പർ കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അങ്ങനെതാ പാലച്ചരമാട് ആദ്യത്തെ റോഡാണ് കാണുന്നത്. അത് കടന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് പാടം ഏകദേശം ആ ഭാഗം വരെ വയഡക്ട് ബ്രിഡ്ജ് പണി പൂർത്തീകരിച്ച് അവിടുന്ന് തോടിന് കുറുകെ ഒരു പാലവും പിന്നീട് ഇരുവശവും സൈഡ് ബ്ലോക്കിൽ ഉയർത്തിയിട്ടാണ് മമ്മാലിപ്പടിയിൽ ഫ്ലൈ ഓവർ കൊടുത്ത് ചെറുശോല ഭാഗത്തേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഈ പാലച്ചരമാട് ഭാഗം നമുക്കറിയാം, കോയിച്ചന ഭാഗത്ത് ഇങ്ങനെ കടന്നു വരുമ്പോൾ ഒരു വളവും തിരിവൊക്കെ ആയിട്ടുള്ള റോഡാണ്. അപ്പോൾ അടിഭാഗത്ത് കൂടി ആദ്യത്തെ റോഡ് ഇങ്ങനെ കടന്നു പോയിട്ട് പാടം എത്തുന്നതിന് മുമ്പായിട്ട് ഇവിടുന്ന് എഡ്രിക്കോട് ഭാഗത്തേക്കുള്ള നമ്മുടെ മുന്നുണ്ടായിരുന്ന റോഡൊക്കെ നിങ്ങൾ വാഹനങ്ങളൊക്കെ അതുവഴി വളരെ തുച്ഛമായിട്ടാണ് കടന്നു പോകുന്നത്. ഈ പുതിയ പാലത്തിൻ്റെ പണികൾ പൂർത്തീകരിച്ചതോടെ അടിഭാഗം ബ്ലോക്ക് വളരെ കുറഞ്ഞു. വാഹനങ്ങൾക്ക് സുഖകരമായി കടന്നു പോകാൻ പറ്റും ആ ഏരിയയിലൂടെ തന്നെ. അതുപോലെ ഇവിടെ നമുക്ക് മമ്മാലിപ്പടി ഭാഗം എത്തും. മമ്മാലിപ്പടി ഫ്ലൈ ഓവർ എത്തുന്നതിന് മുമ്പായിട്ടാണ് മെയിൻ റോഡിൽ നിന്ന് സർവീസുകളിലേക്ക് റോഡ് നമുക്കിവിടെ കാണാം. അതുപോലെ നേരെ ഓപ്പോസിറ്റിൽ ആ ഭാഗത്തുനിന്ന് സ്വാഗതമാട് മെയിൻ റോഡ് പാറമ്മൽ കഴിഞ്ഞ് മെയിൻ റോഡ് സർവീസുകളിൽ കയറി ഈ പാലത്തിൻ്റെ അടിയിലൂടെ നമുക്ക് തിരൂരിലേക്ക് പോകാൻ പറ്റും, എഡ്രിക്കോട്ടിലേക്ക് പോകാൻ പറ്റും. അതുപോലെ നേരെ വീണ്ടും മെയിൻ റോഡിലേക്ക് കയറാൻ സർവീസുകളിലൂടെ കയറിയിട്ട് മെയിൻ റോഡിൽ കയറി നമ്മൾ കരിമ്പിൽ നമ്മളെ കോയിച്ചല ഭാഗത്തേക്ക് കടന്നു വരും. ആ രീതിയിലാണ് റോഡിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചത്. ഏതാ നല്ല മനോഹരമായൊരു കാഴ്ചയാണ് രാത്രിയിൽ മമ്മാലിപ്പടി ഫ്ലൈ ഓവർ കേട്ടോ. കാരണം ഈ ട്രാക്കുകളും സർവീസുകളുടെ ഭാഗത്തേക്കും മെയിൻ ഈ ഭാഗത്തേക്കുള്ളതൊക്കെ വാഹനങ്ങൾ കടന്നുകൊണ്ട് തന്നെ ഒരു അടിപൊളി കാഴ്ചയാണ് രാത്രിയിൽ. നമ്മൾ ഡ്രോൺ വീഡിയോ മുന്നേ ഞാൻ ആ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചിരുന്നു. അതാ മമ്മാലിപ്പടി ഫ്ലൈ ഓവറാണ് കാണുന്നത്. തിരൂരിൽ നിന്ന് എഡ്രിക്കോടിൽ നിന്ന് തിരൂർ ഭാഗത്തേക്ക് പോകുന്ന അടിഭാഗത്തെ റോഡ് കാണാം. ഇവിടെ ഈ മെയിൻ റോഡ് സർവീസുകളിലേക്ക് ഇരുന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ പാലത്തിനടിയിൽ നല്ല തിരക്കാട്ടോ. നേരെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്നതുകൊണ്ടും എക്സിറ്റ് എൻട്രി, അതായത് ഇവിടുന്ന് അങ്ങോട്ടും ഇറങ്ങാനുള്ളതും കയറാനുള്ളതും മെയിൻ റോഡിൽ നിന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ പൊതുവെ അടിഭാഗത്ത് കുറച്ചൊരു ബ്ലോക്ക് ഉണ്ട്. ഒരു തിരക്കേറിയ ഒരു ഏരിയ ആയി മാറിയിട്ടുണ്ട് നമ്മളെ മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗം. ഏതല്ല എഡ്രിക്കോട് ആ ഭാഗം ഉണ്ടോ? എഡ്രിക്കോട് ടൗണിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വാഹനങ്ങൾ വരുന്നോക്കി. ഈ സമയത്ത് നല്ലൊരു ഉച്ച ടൈമാണ്. ഈ സമയത്ത് നല്ല തിരക്കാണ്, വാഹനങ്ങളല്ലേ. തിരക്കിലൂടെ തന്നെയാണ് വാഹനങ്ങളൊക്കെ ഇവിടുന്ന് തിരൂർ ഭാഗത്തേക്ക് കടന്നു പോകുന്നത്. ഏലം നമ്മൾ ഇവിടെ ക്ലാരി പാറമ്മൽ അതുപോലെ ചെറുശോല ഭാഗത്തേക്ക് പോയൊക്കെ വയലാണ്. ഇവിടെയൊക്കെ നമുക്കറിയാം അതിൻ്റെ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു അല്ലേ ഈ ഒരു ഇവിടെ സമരങ്ങളൊക്കെ നടന്നൊരു പ്രദേശം കൂടിയാണ് നമ്മുടെ ചെറുശോല ഈ ഒരു ഏരിയ കേട്ടോ. അവിടെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് കുറേ ദിവസമായി. നമ്മൾ മുന്നേ ഇതിൻ്റെ വീഡിയോ എടുത്തതാണ്. ഇപ്പോൾ അതൊക്കെ അതിൻ്റെ ട്രാക്ക് സെൻറ്ററത്തെ ഡിവൈഡർ സൈഡിലെ ബാരിയർ അതുപോലെ തന്നെ പാടത്തിൻ്റെ ഏരിയയിൽ നിന്നുള്ള പാടത്ത് ഡ്രെയിനേജ് കൊടുത്തിട്ട് പാടത്തുനിന്ന് സർവീസ് റോഡിൽ നിന്ന് ഇങ്ങനെ മേലേക്ക് കയറാനുള്ള മെയിൻ റോഡിൽ കയറാനുള്ള ഏരിയ കാണാം. അതുപോലെ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ നേരത്തെ മുന്നേ പറഞ്ഞതുപോലെ മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡ് പോകാനുള്ള ഏരിയയും കാണാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പലപ്പോഴും ഈ ഇവിടുത്തെ വീഡിയോ എടുക്കുമ്പോൾ പറയാറുള്ളതാണ്, മമ്മാലിപ്പടി ഈ ഒരു ഏരിയയിലായിരുന്നു ജില്ലയിൽ തന്നെ ഒരു പക്ഷേ ആദ്യമായിട്ട് ടാറിംഗ് വർക്ക് നടന്നു കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പം നമുക്ക് കാണാം. ഇവിടെയാണ് ഇപ്പോൾ സർവീസ് റോഡ് മെയിൻ റോഡ് സർവീസ് റോഡുള്ള ഏരിയ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഈ വേരിയബിൾ മെസ്സേജ് വേരിയബിൾ സൈൻ ബോർഡ് ഉണ്ടല്ലോ, ആ വെച്ച ആ ഏരിയ വരെ ആദ്യമായിട്ട് ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയ ഒരു ഏരിയ. ഇവിടുന്ന് ആളുകൾ വാഹനം പഠിക്കാനൊക്കെ വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത്. ബൈക്കാലും ടു വീലർ ഫോർ വീലറും അങ്ങനെ ഓട്ടോറിക്ഷയൊക്കെ ഇവിടുന്ന് ആളുകൾ പഠിക്കാൻ വന്നിരുന്ന ആ സമയത്ത് ടാറിംഗ് വർക്ക് കഴിഞ്ഞ സമയം. അപ്പോൾ ആ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇവിടെ അടിപൊളി കേട്ടോ. മുകളിൽ നിന്നുള്ള ആ സൂപ്പർ കാഴ്ച നോക്കി. ഹായ് വാ. ഇവിടെ ഒരു അടിക്ക് കൂടിയ ഒരു നേരെ റൈറ്റ് സൈഡിൽ നിന്ന് അടിഭാഗത്തേക്ക് ഒരു ചെറിയൊരു അണ്ടർപാസ് ഉണ്ട്. ഈ ട്രാക്ടറുകൾക്കൊക്കെ കടന്നു പോകാൻ പറ്റിയ പാടത്ത് കൃഷി ആവശ്യമായിട്ടുള്ള അതൊരു അഡീഷണൽ അനുവദിച്ചതാണ്. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ തോടിൻ്റെ ഇവിടുന്ന് കുറച്ചാണ് മുന്നോട്ട് ഈ തോടിന് കുറുകെ വരുന്ന ചെറിയൊരു പാലാണ്. പിന്നീട് വീണ്ടും അതുപോലെ തന്നെ പാലുണ്ട്. അങ്ങനെ ട്രാക്ടർ പോലുള്ള ചെറിയ വാഹനങ്ങളൊക്കെ അങ്ങോട്ട് കടന്നു പോകാൻ പറ്റും. ഒരേ നേരം അങ്ങോട്ടും കൊണ്ട് പാസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള അതിനുള്ള ഒരു അഡീഷണൽ അനുവദിച്ച ഒരു പാലം അണ്ടർപാസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഏതായാലും നമ്മൾ ഡ്രോൺ ആകുമ്പോൾ കാണാൻ പറ്റില്ല. മുന്നേ നമ്മളതിൻ്റെ ആ ഭാഗത്ത് നോക്കാനുള്ള കാണിച്ചിരുന്നു. ഏതായാലും നമ്മൾ ചെറുശോലയ്ക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറുശോലാണ് കഴിഞ്ഞാൽ ചെറുശോല നമ്മളെ പാലം വീണ്ടും വയഡക്റ്റ് പാലം വരുന്നത്. അപ്പോൾ ജില്ലയിൽ തന്നെ ഈ റോഡിൻ്റെ പണി നടന്നതിൽ രണ്ടാമത്തെ വലിയൊരു പാലമാണ്
സ്വാഗതമാട് ബൈപ്പാസ്, ഇവിടുന്ന് അങ്ങോട്ടുള്ള വയഡക്ട് പാലം ചെനക്കൽ വരെയുള്ള വട്ടപ്പാറ വയഡക്ട് പാലമാണ് ഏറ്റവും വലിയ പാലം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ ജില്ലയിൽ വരുന്ന രണ്ടാമത്തെ പാലമാണ് സ്വാഗതമാട് ബൈപ്പാസിലെ ഈ ഒരു പാലട്ടാ. നോക്കി അതിൻ്റെ സ്ട്രൈറ്റൊക്കെ അതിൻ്റെ ഒരു മനോഹരം നോക്കി, ഇവിടെ ഉണ്ട് സൂപ്പറാട്ടോ. ഹാ രാത്രിയിലൊക്കെ അങ്ങനെ ആ ലൈറ്റൊക്കെ ഇട്ട് ഇവിടുത്തെ ഏരിയ കാണാം. ഇത് എങ്ങനത്തെ ഒരു ഏരിയ എന്ന് നമുക്കൊക്കെ അറിയാം. മുന്നേ 4 കൊല്ലം മുമ്പ് ഇതിൻ്റെ സ്ഥലം എടുക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ കാണിച്ചിരുന്നു. അന്ന് ഇവിടെ ഒരു കയറ്റിറക്കും ചെരിവും ഒരിക്കലും ആൾ പ്രവേശനമില്ലാത്തൊരു ഏരിയമായി തന്നെ കിടന്നിരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗമാണ് ഇപ്പോൾ അടിയിൽ നിന്ന് ആ സൈഡിൽ നിന്നൊക്കെ അങ്ങനെ ഉണ്ടല്ലേ പാലം നേരെ സ്ട്രൈറ്റായിട്ടൊക്കെയാണ് നേരെ അവിടെ ഒരു ഓവർപാസ് നമുക്കറിയാം. എത്രയോ ഒരു കുന്നിൻ മുകളിൽ നിന്ന് ഇരുവശവും കട്ട് ചെയ്ത് താഴ്ത്തിയിൽ ഇറക്കി കിണറിൻ്റെ ആ ചുറ്റു ഒക്കെ കാണിച്ചിരുന്നു. ചുറ്റ് അന്ന് നമ്മൾ ആ വീഡിയോ കാണിച്ചിരുന്നു. അതിനനുസരിച്ച് താഴ്ത്തിയെടുത്ത് ഒരു 10 മീറ്ററൊന്നല്ല, 10-20 മീറ്ററൊന്നല്ല, അത്രയ്ക്കും താഴ്ചയിൽ ഇരുവശവും കട്ട് ചെയ്ത് പാറകളൊക്കെ പൊട്ടിച്ചെടുത്ത് അങ്ങനെ മഴക്കാലമൊക്കെ ആയ സമയത്ത് അതിലൊക്കെ ഉറവൊക്കെ വന്നിരുന്നു. അത്രയ്ക്കും താഴ്ചയിലൂടെ പാറ കീറിയിട്ടാണ് ഈ വയഡക്ട് പാലം ഓവർപാസ് കൊടുത്ത് ചെനക്കൽ ഭാഗത്തേക്ക് കടന്നു പോകുന്നത്. ആ ഒരു ഏരിയക്കാണ് ഇപ്പോൾ നമ്മൾ എത്തുന്നത്. ആ കുന്നിൻ മുകൾ നമുക്ക് കാണാം എത്രത്തോളം താഴ്ചയിലാണ് ഇരുവശവും കട്ട് ചെയ്ത് ഇറക്കിയതൊക്കെ ക്ലിയറായിട്ട് ഇവിടുന്ന് കാണട്ടോ. എന്താല്ലേ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ആണ്. 6 വരിപ്പാത, വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്ന കാഴ്ചയാണ്. ഈ റോഡ് വന്നതോടുകൂടി നമ്മുടെ ഈ ഏരിയയിൽ ഇപ്പോൾ കൂരിയാട് ഓപ്പൺ ചെയ്തതോടുകൂടി ഗതാഗതക്കുരുക്കിന് എല്ലാം മാറി വളരെ സുഖകരമായിട്ടാണ് തൃശ്ശൂർ കോഴിക്കോട് ഭാഗത്ത് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നതാ. നമ്മൾ പറഞ്ഞ സ്വാഗതമാട് ഓവർപാസ് എത്തി. ഇവിടെ നിന്നാണ് ഇരുവശവും താഴ്ചയിൽ കട്ട് ചെയ്തിറക്കി 6 വരിപ്പാത റോഡിൻ്റെ വർക്കുകൾ ജില്ലയിൽ തന്നെ എല്ലായിടത്തും പൂർത്തീകരിച്ച സമയത്തും നമ്മുടെ 3 സ്ഥലങ്ങളിലായിട്ട് വർക്കുകൾ പൂർത്തീകരിക്കുന്നുണ്ടായിരുന്നത്. അതിലൊന്ന് സ്വാഗതമാട് ഈ ഒരു ഏരിയയിലായിരുന്നു. പിന്നെ വട്ടപ്പാറ ഇതുപോലെ തന്നെയാണ്. വട്ടപ്പാറയും കുന്ന് കട്ട് ചെയ്തിട്ടാണ് ഇരുവശം ഇറക്കിയിട്ടാണ് അതിൻ്റെ തുടക്ക ഭാഗം പാലത്തിൻ്റെ തുടക്ക ഭാഗം പണികൾ വർക്കുകൾ ഉണ്ടായിരുന്നത്. ഇതാ ഇവിടെയാണ് ഇവിടെയൊക്കെ ഇതിൻ്റെ കട്ട് ചെയ്ത ഏരിയ ഒക്കെയാണ്. അപ്പോൾ സോയിൽ നൈലിൻ ടെക്നോളജി ഉപയോഗിച്ച ചുമരിൻ്റെ സിമെൻറ്റ് സ്പ്രേ, ആ നെറ്റൊക്കെ അടിച്ചുള്ള സ്പ്രേ, അതുമെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇതാ ഓവർപാസിൻ്റെ ഡിപ്പാതയിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നു. അങ്ങനെ ഓവർപാസ് കാണാം. ഓവർപാസും അത്യാവശ്യം നല്ല വീതിയുള്ളൊരു ഓവർപാസ്. ഇതിപ്പോൾ ചെനക്കൽ, അതായത് തൃശ്ശൂർ ഭാഗത്തുനിന്ന് ഇപ്പോൾ സർവീസ് റോഡിന് കയറിക്കാണ്ട് നമുക്ക് ഓവർപാസിൻ്റെ മുകളിലൂടെ അങ്ങനെ ചുറ്റി ഇവിടെ ചെനക്കൽ തന്നെ നമ്മുടെ കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുന്ന ആ റോഡാണ്. അപ്പോൾ വാഹനങ്ങളൊക്കെ ഇങ്ങനെ സർവീസ് റോഡിൽ കയറിയിട്ട് ഓവർപാസിന് മുകളിൽ കടന്ന് ഇവിടെ നേരെ സ്വാഗതമാടേക്ക് കടന്നു പോകാം. അതുപോലെ ചെനക്കൽ ആ ഭാഗത്തുനിന്ന് ഒന്ന് ചുറ്റി സ്വാഗതമാട് കോട്ടക്കൽ, ചെങ്കുവെട്ടി കോട്ടക്കൽ അങ്ങനെ കടന്നു പോകാം. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മൾ ഏറ്റവും ഉയരത്തിൽ നിന്നുള്ള മൊത്തത്തിലുള്ളൊരു കാഴ്ചയാണ് ഓവർപാസിൻ്റെ ഏറ്റവും ഉയരത്തിൽ നിന്ന് ചെനക്കൽ ഭാഗത്തെ ആ ഒരു വൈബ്, ആ ഒരു വീഡിയോ അങ്ങോട്ട് നോക്കി. വാ സൂപ്പറാട്ടോ. അപ്പോൾ ഇന്നത്തെ പാലച്ചരമാട്, മമ്മാലിപ്പടി, ചെറുശോല, സ്വാഗതമാട്, ചെനക്കൽ ഈ ഭാഗം വരെയുള്ള വീഡിയോ താൽക്കാലം ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. അതുപോലെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താളി. എന്നാൽ നമ്മളിവിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നേരത്തെ കിട്ടും. അപ്പോൾ ഓക്കെ, കാണാം. നമ്മുടെ പ്രാദേശിക വിഷയങ്ങളും ഫുട്ബോളുമായി ബന്ധപ്പെട്ടും റോഡിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ്.